എന്തെങ്കിലും ഫംഗ്ഷൻസിന് പോകണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതെടുത്ത് അപ്ലൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. നരച്ച മുടിയെ ഈസി ആയിട്ട് നമുക്ക് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ എല്ലാവർക്കും വരുന്ന സംശയമാണ്, നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ തുണിയിലൊക്കെ ആവുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമ്മളിവിടെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ചെറിയ എണ്ണയുടെ അംശം മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മുടെ ഡൈയുടെ ഒരു അംശവും നമ്മുടെ കയ്യിലില്ല. ജസ്റ്റ് കണ്ടോ, നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മുടിയെ നല്ല രീതിയിൽ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതെങ്ങനെയാണെന്നല്ലേ. അപ്പോൾ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഇതാണേ, നമ്മുടെ കറിവേപ്പും അതുപോലെ തന്നെ കടുകും പൊടിച്ചിട്ടുള്ള ഒരു പൗഡറാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ കയ്യിൽ തന്നെ ഈ പൊടി മാത്രം ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ കണ്ടോ നല്ല രീതിയിൽ കറക്കുന്നത് കാണാം. നമ്മൾ എത്ര തന്നെ തട്ടിക്കളഞ്ഞാലും അതുപോലെ തന്നെ കഴുകിയാലും സോപ്പിട്ട് കഴുകിയാൽ പോകും കേട്ടോ. അല്ലാതെ നമ്മൾ നോർമൽ വെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല. ഇതൊരു 1 അല്ലെങ്കിൽ 2-3 വാഷ് വരെയൊക്കെ ഇരിക്കും കേട്ടോ. ചില ആൾക്കാർക്ക് അത് പെട്ടെന്ന് വാഷ് ചെയ്താൽ പോവും, ചില ആൾക്കാർക്ക് അത് 1-2-3 ദിവസമൊക്കെ കിടക്കും. സാധാരണ സ്ത്രീകൾക്കും നമ്മുടെ നെറ്റിയുടെ ഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മുടി പെട്ടെന്ന് കറക്കുന്നത് അല്ലേ. അധികമൊന്നും കാണത്തില്ല, 1-2 മുടിയൊക്കെ ആയിരിക്കും കറുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത്രയും മതി. അതിലേക്ക് സാധാരണ നമ്മൾ ഏത് ഹെയർ ഓയിലാണോ ആഡ് ചെയ്യുന്നത് അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത്. ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ പരിപാടിയൊന്നുമില്ല. നമ്മുടെ കറിവേപ്പ് നല്ലവണ്ണം വറുത്തെടുക്കുക, അതുപോലെ തന്നെ കടുകും. ഞാൻ ഇവിടെ ഒരു 2 പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ നമ്മുടെ കടുകും എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് കടുകൊക്കെ പൊട്ടി നല്ല കറുത്ത് വരും. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിലാക്കി നല്ലവണ്ണം പൊടിച്ചെടുക്കണം. പൊടിച്ച് നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണേ. കണ്ടോ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കയ്യിലെടുത്ത് കാണിക്കുമ്പോൾ തന്നെ നല്ലൊരു കളർ നമുക്ക് കിട്ടുന്നുണ്ട് കണ്ടോ. അപ്പോൾ നമ്മൾ ഇത് നേരത്തെ പൊടി മാത്രം വെച്ച് അപ്ലൈ ചെയ്തതാണ്. ഇനി കുറച്ച് എണ്ണയും കൂടെ ഞാൻ ഇതിൽ ചേർത്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കുറച്ച് നല്ല രീതിയിലൊന്ന് നമ്മൾ തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും. കണ്ടോ, എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല, എൻ്റെ വ്യത്യാസം കണ്ടോ. ഇനി നമ്മൾ പൊടി മാത്രം നേരത്തെ അപ്ലൈ ചെയ്തില്ലേ, അതിലേക്ക് ഇത് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് തേച്ച് നോക്കാം. കേട്ടോ, അപ്പോഴും കണ്ട വ്യത്യാസം കണ്ടോ നിങ്ങൾ. നല്ല വ്യത്യാസം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ തലയിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ നമുക്ക് കളർ ചേഞ്ച്, അതായത് നല്ല കറുത്ത കളറിൽ നമ്മുടെ മുടിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ മിക്സ് കലക്കാൻ വേണ്ടിയിട്ട് നമ്മളെടുത്തത് നമ്മുടെ വെളിച്ചെണ്ണയാണല്ലേ. അപ്പോൾ എല്ലാവർക്കും സംശയം കാണും, നമ്മുടെ വെളിച്ചെണ്ണ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൈയുടെ രൂപത്തിൽ നമുക്ക് കിട്ടുമോ ഇല്ലെന്നൊക്കെ. പക്ഷേ ഇത് നമ്മുടെ താൽക്കാലികമായിട്ടുള്ള ഒരു ഡൈ ആണ്. അത് ഞാൻ നേരത്തെയും പറഞ്ഞതാണ്, നമുക്ക് 1 അല്ലെങ്കിൽ 2 വാഷ് വരെയൊക്കെ നിൽക്കത്തുള്ളൂ. താൽക്കാലികമായ ഡൈ ആണ്. നമ്മൾ കെമിക്കൽ ഡൈ വാങ്ങിച്ചടിക്കുന്നതിൻ്റെ അത്ര ഈട് ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ ഇത് തലങ്ങണയിലോ അല്ലെങ്കിൽ തുണിയിലോ അങ്ങനെ ഒന്നും ആവത്തില്ല. നമ്മൾ ഒരു 3 മണിക്കൂറെങ്കിലും മാക്സിമം ഇത് ഇട്ടേക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. എങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇത് ഉണങ്ങി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ കുളിക്കുന്ന സമയത്ത് ഷാമ്പൂസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. നോർമൽ വെള്ളത്തിൽ തന്നെ നമുക്ക് തല കുളിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സ്ത്രീകൾക്ക് ഫ്രണ്ടിലൊക്കെ കുറച്ച് അവിടെ ആയിട്ട് 1-2 മുടിയൊക്കെ നരച്ചിരിക്കുമെന്ന്. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോകണമെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ നമ്മുടെ എണ്ണ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് തലയിൽ, അതായത് ഈ ഭാഗത്തൊക്കെ ആയിരിക്കും നല്ല രീതിയിൽ നരച്ച മുടിയുള്ളത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നരച്ച മുടിയെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നരച്ച മുടിയെ നമുക്ക് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ കെമിക്കലൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഒരു പേടിയില്ലാതെ തന്നെ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇതിലെടുത്തിട്ടുള്ള കറിവേപ്പിലയും അതായത് കടുകും എല്ലാം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിയുടെ നര മാറാനും സഹായിക്കുന്ന ഐറ്റംസാണ്. അതുകൊണ്ട് നമുക്ക് ഒരു പേടിയില്ലാതെ തന്നെ നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നാച്ചുറൽ ഡൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും ബൈ ബൈ.